തൃശൂരിൽ മുൻമന്ത്രി വി.എസ്. സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനെതിരെ വിമർശനം ശക്തം. ഇന്ന് ചേർന്ന CPI എക്സിക്യൂട്ടീവിലെ അംഗങ്ങൾ വിമർശനമുയർത്തി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേയുള്ള പ്രചരണ രീതി കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും പ്രോത്സാഹിപ്പിക്കരുതെന്നും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കടുത്ത ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃശൂരിൽ വി.എസ്. സുനിൽകുമാറിനായി നടന്ന സൈബർ പ്രചാരണത്തിൽ CPIയിൽ അതൃപ്തി ഉടലെടുത്തിരിക്കുകയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്ന് സംസ്ഥാന നിർവാഹക സമിതിയിൽ വിമർശനമുയർന്നു. തിരുത്താൻ ഇടപെടലുണ്ടാവണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സുനിൽകുമാർ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിനായുള്ള പഴയ പോസ്റ്റർ വീണ്ടും സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചത്. 2016 തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായപ്പോൾ സുനിൽകുമാറിനായി ഇറങ്ങിയ പോസ്റ്റർ വീണ്ടും പ്രചരിച്ചത് ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് വാർത്തയായത്. വിഷയം ഇന്നു ചേർന്ന CPI നിർവാഹക സമിതി യോഗത്തിലും ഉയർന്നു വന്നു. തൃശൂരിൽ നിന്ന് തന്നെയുള്ള രാജാജി മാത്യു തോമസ് ആണ് പ്രശ്നം ആദ്യം ഉന്നയിച്ചത്. തുടർന്ന് മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പോലും തുടങ്ങുന്നതിന് മുൻപ് ഇത്തരം പ്രചാരണം നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നാണ് വിമർശനം. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും മുൻപ് പോസ്റ്റർ പ്രചരിപ്പിക്കുന്നത് എവിടുത്തെ രീതിയാണ്? ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. തിരുത്താൻ വേണ്ട ഇടപെടൽ നടത്തണമെന്നും ആവശ്യമുയർന്നു. ജനം, തിരുവനന്തപുരം.